ഹലോ ഗൈസ്, വീട്ടിൽ വന്നിട്ടുള്ള ഫസ്റ്റ് ഡേ ആണ്. രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഉപ്മാവും പഴമായിരുന്നു. എന്തായാലേ ഹയർ. അതിനുശേഷം കുളിച്ച് റെഡി നല്ല സുന്ദരി കുട്ടിയായിട്ട് ഞാൻ ഒന്ന് പുറത്തേക്ക് പോകുന്ന സുന്ദരി കുട്ടിയാണ്. എനിക്ക് തോന്നുന്നു, നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയണം. ഞാനും അമ്മയും കൂടെയാണ് പോകുന്നത്. ഇതാണ് കേട്ടോ എൻ്റെ അമ്മ ബിന്ദു. ഇത് ഞങ്ങളുടെ സ്വന്തം ശ്രീതേടൻ ഞങ്ങളുടെ മെയിൻ സാരഥി. എനിക്കിവിടുത്തെ വെയിൽ അത്രയ്ക്ക് പറ്റുന്നില്ല ഗൈസ്. ഞാൻ അവിടെ തണുപ്പത്തു നിന്നാണല്ലോ ഇങ്ങോട്ട് വന്നത്. അതുകൊണ്ട് ഞാൻ കൂളിംഗ് ഗ്ലാസ് ഒക്കെ എടുത്ത് വെച്ച് ഷോയല്ല ശരിക്കും കണ്ടുകൊണ്ട് എടുത്തിട്ടാണ്. പിന്നെ ഞാനും അമ്മയും കൂടെ ഒന്ന് ഫുഡ് കഴിക്കാൻ കയറാൻ ഓർത്തു. ആദ്യം തന്നെ ഒരു സോഡാലയം കുടിച്ച് ഞാനും അമ്മയും കൂടെ ഫുഡിന് വെയിറ്റ് ചെയ്യുകയാണ്. ഞാൻ ചെറുതായിട്ടൊരു ഡയറ്റ് എടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ചപ്പാത്തിയാണ് മോസ്റ്റ്ലി ഇപ്പോൾ കഴിക്കാറ് കേട്ടോ. അങ്ങനെ അമ്മയും ഞാനും കൂടെ അടിപൊളിയായിട്ട് ഫുഡ് കഴിച്ച് പിന്നെ സീതേൻ്റെ കൂടെ പോയിട്ട് നമ്മൾ ഷീമാർട്ടിലേക്കാണ് വിട്ടത്. ഇങ്ങോട്ട് വന്ന് ഇറങ്ങിയില്ല, അപ്പോഴേക്കും എൻ്റെ ചെരുപ്പ് അങ്ങോട്ട് പൊട്ടിക്കിട്ടി ഗൈസ്. എന്താല്ലേ. പിന്നെ തൊട്ടടുത്തുള്ള കടയിൽ പോയിട്ട് ഒന്നും നോക്കേണ്ട ഐഡിയ കൊടുത്തിട്ട് ചെരുപ്പ് മേടിച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ അമ്മ ഞാനും കൂടെ ആരും നോക്കാണ്ട് ഷീമാർട്ടിലേക്ക് കയറി. കുറച്ച് ആൾക്കാരും കൂടെ ഞങ്ങളുടെ കൂടെ വരണ്ടായിരുന്നു. പക്ഷേ ആർക്കാർക്കും കൃത്യം ഇഷ്ടത്തില്ല. അതുകൊണ്ട് അവരാരും വന്നിട്ടില്ല. നമ്മൾ ടൈം കളയാണ്ട് നേരെ ചെന്നു. പിന്നെ സ്ഥലം കണ്ടപ്പോൾ ഏകദേശം മനസ്സിലായല്ലോ. അതെ, ഞാൻ എൻ്റെ വെഡ്ഡിങ് സെറ്റ് എടുക്കാനായിട്ട് ഷീമാർട്ടിൽ വന്നതാണ് കേട്ടോ. ഒരു 3 മണി അടുപ്പിച്ച് ആറായപ്പോഴേക്കും എൻ്റെ 2 ഫാമിലി മൊത്തത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. അച്ഛൻ വന്നിട്ടില്ല, അച്ഛൻ വീട്ടിലാണ്. നിങ്ങൾക്ക് ഒരാളെ പരിചയപ്പെടുത്താം. ഇതാണ് എൻ്റെ ഫിയാൻസി, എൻ്റെ ഹസ്ബൻഡ് ടു ബി റിനീഷ്. ഉണ്ണിയെന്ന് വിളിക്കും. അങ്ങനെ നമ്മൾ പലതരം സാരികൾ നോക്കി അവസാനം ഒന്നിൽ ഫിക്സ് ചെയ്തു. സാരി ഞാനിപ്പോൾ കാണിക്കുന്നില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ ലിഫ്റ്റിൽ നിൽക്കുമ്പോൾ ഞാനും ഉണ്ണിയും വേറെ എന്തോ സംസാരിക്കുകയായിരുന്നു. അതെൻ്റെ ചേട്ടൻ വീഡിയോ എടുത്ത് വെച്ചാണ്. ആയതിന് പുള്ളിക്കൊന്നും കിട്ടിയില്ല. പിന്നെ അത് ജർമ്മനിയിൽ നിന്ന് ഉണ്ണിക്ക് വേണ്ടി കൊണ്ടുവന്ന കുറച്ച് സാധനങ്ങളും അവന് വേണ്ടി കൊണ്ടുവന്ന ബർത്ത്ഡേ ഗിഫ്റ്റും ആയിരുന്നു കേട്ടോ. ഒരു JBLൻ്റെ ഹെഡ്സെറ്റാണ് കൊടുത്തത്. അതാണ് ഉണ്ണിയുടെ കൈ ഇരിക്കണേ. അപ്പോൾ അതൊക്കെ കൊടുത്ത് എല്ലാവരും വിശേഷമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് നിൽക്കുകയാണ്. പിന്നെ ഉണ്ണി എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഉണ്ണി എന്നെക്കാളിൽ മുമ്പ് അവിടെ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. ആൾ റൊമേനിയയിലാണ് വർക്ക് ചെയ്യണത്. അപ്പോൾ ഉണ്ണി കൊണ്ടുവന്ന സാധനങ്ങൾ എനിക്കും തന്നു. നേരത്തെ വീട്ടിലേക്കും കൊടുത്തുവിട്ടിട്ടുണ്ടായിരുന്നേ. അങ്ങനെ അതൊക്കെ കൈപ്പറ്റി ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചൊക്കെ നിന്ന് കുറച്ച് നേരം ഫോട്ടോസൊക്കെ എടുത്തിട്ട് പിന്നെ ഞങ്ങൾ പിരിഞ്ഞു. വീട്ടിൽ വന്നപ്പോഴും ഞാൻ നമുക്ക് ഓർഡർ ചെയ്ത ഈ ഒരു ബ്ലെൻഡർ കണ്ടിട്ടുണ്ടായിരുന്നു. കുറേ കാലത്ത് അമ്മയുടെ ആഗ്രഹമായിരുന്നു ഒരു ബ്ലെൻഡർ. അങ്ങനെ അത് കിട്ടി. പിന്നെ ഒരു ടാങ്കും കുടിച്ച് ഞാൻ കിടന്നുറങ്ങി. അപ്പോൾ ബൈ ഗൈസ്.